അത് ഏതായാലും ഇടയ്ക്ക് വെച്ച് പറഞ്ഞു തന്നുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ സംസാരിച്ചു പോയേനെ. എനിവേ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സാം, ഏറ്റവും വലിയ പരീക്ഷ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതെന്താണ്? ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ മരണസമയത്താണ്, അല്ലേ? ആ മരണസമയത്താണ് എന്ത്? നമ്മൾ ഇത്രയും കാലം, ഇത്രയും നാളും നമ്മൾ ജീവിച്ചിരുന്നതിന്റെ റിസൾട്ട് ഏത് സമയത്താണ്? ആ മരണവേളയിലാണ്, അല്ലേ? അല്ലെങ്കിൽ ആ പരീക്ഷ എന്ന് പറയുന്നത് മരണവേളയിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം അത്രയും നാളും നമ്മൾ പലതരം പരീക്ഷകൾ, കോളേജിലും സ്കൂളിലും ഒക്കെ തന്നെ പരീക്ഷകളിൽ പങ്കെടുത്തിട്ടുണ്ടാവാം, വിജയിച്ചിട്ടുണ്ടാവാം, തോറ്റിട്ടുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ എന്താണ്? അതെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഏ അതുകൊണ്ടാണ് പറയുന്നത്, അതോടൊപ്പം തന്നെ എന്താണ്? നമ്മുടെ നമുക്ക് വേണ്ടിയിട്ടും, അതായത് ആത്മാവിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം കൂടി നമ്മൾ ചെയ്യണം. കാരണം ഭൗതിക വിദ്യാഭ്യാസം ഒരിക്കലും മരണവേളയിൽ നമ്മളെ സഹായിക്കൂല. മരണവേളയിൽ എന്താണ് സഹായിക്കുന്നത്? നമ്മുടെ ആധ്യാത്മിക വിദ്യാഭ്യാസം മാത്രമേ നമ്മളെ സഹായിക്കൂ. കാരണം നമ്മൾ അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ശരീരത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ആ ശരീരം നമ്മൾ ഉപേക്ഷിക്കാൻ പോവുകയാണ്. പിന്നെ ശരീരമില്ല മരിച്ചു കഴിഞ്ഞാൽ. പിന്നെ എന്താണുള്ളത്? ആത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ആത്മാവിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ വിദ്യാഭ്യാസം ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മാവിന് വേണ്ടിയിട്ടാണ്. അതിന്റെ കാരണം എന്താണ്? ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയില്, അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം എപ്രയാതി സമദ്ഭാവം യാതി നാസ്തിത്ര സംശയ. അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം, അല്ലെ? മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട്, അതായത് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ, മരിക്കുന്നവൻ എന്താണ്? എന്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. എപ്പോഴാണ് ഉടൻ തന്നെ പ്രാപിക്കുമെന്നാണ് പറയുന്നത്? എപ്പോഴാണോ മരിക്കുന്നത് ആ സെക്കൻഡിൽ തന്നെ. അതിനെന്താണ് വേണ്ടത്? അത്രയും നാളും നമ്മൾ എന്ത് വേണം? ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ചെയ്യണം. ആത്മാവിന് എന്താണോ വേണ്ടത് അത് നമ്മൾ നൽകണം. ആത്മാവിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ നൽകേണ്ടത്. നമ്മളിപ്പോ എന്താണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ്. ആത്മാവിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എന്താണ്? ഭഗവാനെ കുറിച്ച് കേൾക്കുക, പിന്നെയോ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, നാമം ചൊല്ലുക, ഭഗവാനെ കുറിച്ച് മാത്രം സ്മരിച്ചുകൊണ്ട് നടക്കുക. അതാണെന്ത്? ആത്മാവിന് വേണ്ടത്. മറ്റെല്ലാം എന്താണ്? ശരീരത്തിന് വേണ്ടതാണ്. ശരീരത്തിന് വേണ്ടുന്ന ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യും പറ്റും? മരിക്കുന്ന സമയത്ത് ഭൂമിയിൽ തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ആത്മാവിന് ഒന്നും ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റും? അത്രയും നാളും ശരീരത്തെ സന്തോഷിപ്പിക്കാൻ ചെയ്തത് കർമ്മമായിട്ട് മാറും, അല്ലെ? സഞ്ചിത കർമ്മമായിട്ട് മാറി എന്ത് പറ്റും? അടുത്ത ജന്മത്തേക്ക് വേണ്ടിയിട്ട് എന്താണ്? ആ എന്താണോ നമ്മൾ ഈ ജന്മത്ത് ചെയ്തത് അതായിരിക്കും എന്ത് അടുത്ത ജന്മത്തില്, അല്ലെങ്കിൽ അതിന്റെ പാപഫലങ്ങള്, അതിന്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടതായിട്ട് വരും. അത് മനുഷ്യനാവണമെന്നില്ല. പക്ഷേ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആത്മാവിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചാല് എന്ത് പറ്റും? അവസാന പരീക്ഷയിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്, ഉടൻ തന്നെ പ്രാപിക്കും എന്നാണ് പറയുന്നത്. ഒരു എന്താ പറയുക, പിന്നത്തേക്ക് വെക്കുന്നില്ല. ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? മരിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യണം, 16 ദിവസം, 41 ദിവസം, ഇങ്ങനെയൊക്കെ ഇട്ട് കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ എന്നിട്ട് എവിടെയാണ് പോകുന്നത്? നരക ലോകങ്ങളിലെ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇവിടെ എന്താണ് ഭഗവാൻ പറയുന്നത്? ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത്, അല്ലെ, ആ ത്യജിക്കുന്നവൻ എന്നെ എന്നെ സ്മരിച്ചുകൊണ്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നതിലെങ്കിൽ, അല്ലെങ്കിൽ എന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നതെങ്കിൽ എന്താണ്? ഉടൻ തന്നെ എന്നെ പ്രാപിക്കുമെന്നതൊരു സംശയമില്ല. എന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞാല് അതേ ഭാവത്തിൽ എവിടെയാണ്? ഗോലോകത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. പിന്നീട് അവർക്ക് ഭൂമിയിൽ വരേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്?
എങ്ങനെയെങ്കിലും ഈ ഒരു ജനന മരണ ചക്രം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ഈ ഒരു മനുഷ്യജന്മം തന്നിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തില് ഇങ്ങനെ പറയുന്നത്. കാരണം ഭഗവാനെ സ്മരിച്ചാൽ മാത്രമേ എന്ത് പറ്റൂ, ഭഗവാന്റെ അടുക്കൽ പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് തൊട്ടടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറയുന്നത്? യം യം വാപി സ്മരൻ ഭാവം ത്യജത്തന്തേ കളയവരം തം തമേ വൈദി കൗന്ദേയ സദാ തദ് ഭാവഭാവിത. അല്ലേ? യം യം വ്യാപി സ്മരൻ ഭാവം ത്യജത്തന്തേ കളയവരം. അതായത് എന്തിനെ കുറിച്ചാണോ ഒരു വ്യക്തി മരണവേളയില് സ്മരിക്കുന്നത്, അർജുനോട് പറയോ, ഹേ കുന്തി പുത്ര, എന്തിനെ കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, അയാൾ തീർച്ചയായിട്ടും എന്താണ്, അതിനെ പ്രാപിക്കും എന്നാണ് പറയുന്നത്. ഏ, നമ്മള് ഈ ശരീരമാണ് വലുത് എന്നുള്ള രീതിയിൽ ആത്മാവിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ശരീരത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ ആ മരിക്കുന്ന സമയത്ത് എന്താണ്, ഒരിക്കലും ഭഗവാനെ കുറിച്ച് നമുക്ക് ചിന്ത വരൂല. ചിലപ്പോൾ വീട്ടിലെ പട്ടിയെ കുറിച്ചായിരിക്കാം, പൂച്ചയെ കുറിച്ചായിരിക്കാം, അല്ലെ, വീട് വെക്കുന്നതിനെ കുറിച്ചായിരിക്കാം, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞില്ല അതിനെക്കുറിച്ചായിരിക്കാം. അപ്പൊ എന്തു പറ്റും, നമുക്ക് ഒരിക്കലും ഭഗവാന്റെ അടുക്കൽ പോകാൻ പറ്റൂല. വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം, വീണ്ടും ജനനവും പിന്നെയോ വാർദ്ധക്യവും അസുഖങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും നമ്മൾ വരേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, എന്ത് കാണും, മരണവേളയില് എന്തിനെ കുറിച്ചാണ് ഒരാള് ചിന്തിക്കുന്നത്, ആ അതായിട്ട് മാറും എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് പറയുന്നത്, മരണസമയം എന്ന് പറയുന്നത് അവസാനത്തെ പരീക്ഷയാണ്. ആ സമയത്ത് നമുക്ക് ദൈവത്തെ ഓർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്താണ്, ഒന്നും നേടിയില്ല, ഫെയിലാ, അല്ലെ, സീറോയാ. പക്ഷേ ഭഗവാനെ ഓർത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ബിരുദാനന്തര ബിരുദം ഒക്കെ കിട്ടിയ ഒരവസ്ഥയാണ്. പിന്നെ എന്താണ്, നമ്മള് സ്വതന്ത്രരാകും, അല്ലെ. പിന്നെ ജനനത്തിന്റെയും മരണത്തിന്റെയും ആവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എന്ത്, നാമം ജപിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, അല്ലെ. നമ്മള് 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദിവസവും 2 മണിക്കൂർ നമ്മൾ എന്തിനു വേണ്ടി ചിലവഴിക്കും? നാമം ജപിക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കും. അപ്പം ഏതൊരു സമയത്തും എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ, ഈ ഒരു നാമം മാത്രമേ ഉണ്ടാകൂ. ക്ലാസ്സുകൾ എന്തുകൊണ്ടാണ് കേൾക്കണമെന്ന് പറയുന്നത്? അതിനെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടും, ഭഗവാനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ് നാമം ജപിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇല്ല എങ്കിൽ എന്ത് പറ്റും, നമുക്ക് വീട്ടുകാരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അല്ലെ, നാട്ടുകാരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ വളർത്തു മൃഗങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഭക്ഷണവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. അപ്പൊ എന്ത് പറ്റും, മരിക്കുന്ന സമയത്തും നമ്മൾ ഇതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാല് നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നമ്മുടെ കൂടെ വരൂല. വരുവോ? ഇല്ല. നമ്മുടെ വളർത്തുമൃഗങ്ങൾ നമ്മുടെ കൂടെ വരൂല. ആരും വരൂല. ബന്ധുക്കൾ വരൂല, ഭാര്യ വരൂല, ഭർത്താവ് വരൂല, ആരും വരൂല. ആര് മാത്രമേ വരൂ? ഭഗവാൻ മാത്രമേ ഉണ്ടാകൂ. ഭഗവാനെ സ്മരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, ഭഗവാനും ഉണ്ടാകും, പിന്നെയോ നരകലോകങ്ങളിൽ പോകാനുള്ള കർമ്മങ്ങളും ഉണ്ടാകും. കാരണം നമ്മള് ഭഗവാനെ കുറിച്ച് സ്മരിച്ചെങ്കിലും മാത്രമേ എന്ത് പറ്റൂ, ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പറ്റൂ. അതാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത്. മറ്റെല്ലാ പരീക്ഷകളെയും കാട്ടിലും എന്ത് വേണം, മുകളില് ഈ ഒരു പരീക്ഷയാണ് ഏറ്റവും വലുത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയോ കുത്തിയിരുന്ന് പഠിക്കുകയോ ഒന്നിന്റെ ആവശ്യമില്ല. പിന്നെ എന്താണ് വേണ്ടത്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഒരു നാമം ദിവസവും രാവിലെയും വൈകുന്നേരവും ജപിച്ചാൽ മതി. 16 തവണ ജപിക്കണമെന്നാണ് പറയുന്നത്. തുടക്ക സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അത്രയും ജപിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ക്രമേണ ക്രമേണ നമുക്ക് അത്രയും ജപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും.
അപ്പം ആദ്യം ഭഗവാനെ കുറിച്ച് ഓർക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. അല്ലെ? പലരും ബ്രഹ്മമാണെന്ന് പറയും. അല്ലെ? നമുക്കറിയാം. അല്ലെങ്കിൽ ഭഗവാൻ മായയാണെന്ന് പറയും, ഭഗവാൻ പ്രകാശമാണെന്ന് പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് വേണ്ടത്? തുടക്കത്തിലെ ആ ഒരു വ്യക്തിയുടെ ഒരു രൂപം, അല്ലെങ്കിൽ നമ്മൾ ശരീരം ഉപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ആ കൃഷ്ണനെ നമ്മുടെ മനസ്സിൽ വരണം, അല്ലേ? അപ്പൊ എന്ത് വേണം? ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. അതാണ് ആദ്യം വേണ്ടത്. എന്ന് കരുതിയിട്ട് നമ്മളെ പോലെ മാംസവും അസ്ഥിയും, അല്ലെ, എല്ലും ഒക്കെ ഉള്ള ഒരു വ്യക്തിയല്ല. പക്ഷെയോ അദ്ദേഹത്തിന്റെ ശരീരം എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്. ഇവൻ ബൈബിളിൽ പോലും പറയുന്നത് എന്താണ്? മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് എന്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഒരു രൂപമുണ്ട് എങ്കിലേ അതേപോലെ അടുത്ത ഒരു രൂപമുണ്ടാവൂ. അപ്പം നമ്മളൊരു വ്യക്തിയാണ് എങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും എന്താണ്? ഒരു വ്യക്തിയായിരിക്കണം. സാധാരണ പറയാറുണ്ട് ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ എങ്ങനെയാണ് ഒരു വ്യക്തി എന്ന് പറയാൻ കഴിയുക? പലരുടെ സംശയമാണ്. പക്ഷെ നമ്മളെ പോലെയാണോ? അല്ല. നമ്മളെന്താണ്? ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എങ്കിൽ ഞാൻ ഇവിടെ മാത്രമേ ഉണ്ടാവൂ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഗോലോകത്തിൽ ഇരിക്കുന്ന സമയത്തും എല്ലാ സ്ഥലങ്ങളിലും ഭഗവാനുണ്ട്, ഭഗവാന്റെ ശക്തിയായിട്ടുണ്ട്. ഇല്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ പോലും എന്താണ്? പരമാത്മാ രൂപേണ ഭഗവാൻ വസിക്കുന്നുണ്ട്. പിന്നെ എന്താണ് വേണ്ടത്? ആ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? ആ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുക. ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, അല്ലെ? നമുക്കറിയാം, നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണ് എങ്കിൽ ഏത് സമയത്തും സ്വാഭാവികമായിട്ടും അവനെ കുറിച്ചോ അവളെ കുറിച്ചോ മാത്രമായിരിക്കും നമുക്ക് ചിന്തിക്കുക. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം. അതേപോലെ എന്ത് വേണം? ഭഗവാനോടുള്ള സ്നേഹം നമ്മൾ വളർത്തിയെടുക്കുക. ഏതെല്ലാം രീതിയിലാ? ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം, പിന്നെയോ ഭഗവാന്റെ ഗുണങ്ങള്, പിന്നെയോ ഭഗവാന്റെ ലീലകള്, ഇതൊക്കെ ചിന്തിച്ചും, അല്ലെ, മറ്റുള്ളവരോട് പറഞ്ഞും, പിന്നെയോ നാമം ജപിച്ചും എപ്പോഴും ആ ഒരു സ്മരണ എപ്പോഴും നമ്മളില് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ നമ്മൾ എന്താണ് ഈ ഒരു രീതിയിൽ നമ്മളും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണോ ഗോപികമാര്, അല്ലെ, വ്രജഗോപികമാര് ഭഗവാനെ ആരാധിച്ചിരുന്നത്, ആ രീതിയിൽ ആരാധിക്കാനാണ് പറയുന്നത്. പിന്നെയോ തദ്ധാമ വൃന്ദാവനം. നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്? അതിലൂടെ ഗോലോക വൃന്ദാവനത്തിലാണ് എത്തിച്ചേരേണ്ടത്. പ്രേമ പുമർത്തോ മഹാൻ. ആ ഭഗവാനില് പ്രേമഭക്തി ഉണ്ടാക്കിയിട്ട് തദ്ധാമ വൃന്ദാവനം, വൃന്ദാവനത്തില് ഗോലോക വൃന്ദാവനത്തിൽ എത്തിച്ചേരുക. ഇതാണ് എന്ത്? ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. ശ്രീമദ് ഭാഗവതം പ്രമാണം അമലം. ശ്രീമദ് ഭാഗവതത്തിലാണ് എന്ത്? ഈ രീതികളെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നതും അതനുസരിച്ചിരിട്ട് ജീവിച്ചവരെയും കാണിച്ചു തരുന്നതാണ് എന്ത്? ഭാഗവതം. അത് പ്രമാണമാക്കിയിട്ടാണ് എന്ത്? നമ്മളും അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് എന്ത്? നമ്മളും നമ്മുടെ ക്ഷേത്രങ്ങളില് എല്ലാം എന്ത്? രാധാറാണിയെ ഒരേപോലെ നമ്മൾ ആരാധിക്കുകയും, അല്ലെ, കീർത്തനങ്ങളും ആരതികളും എല്ലാവരും ആനന്ദ നൃത്തം ആടുന്നതും ഭഗവാന് നമ്മള് എന്താണ് നിവേദ്യം അർപ്പിക്കുന്നതും ആ നിവേദ്യം നമ്മള്
അതിനുശേഷം നമ്മൾ ഭക്ഷിക്കുന്നതും ഒക്കെ എന്താണ്? ഗോപികമാരെങ്ങനെയാണോ ഭഗവാനെ ട്രീറ്റ് ചെയ്തിരുന്നത്, ആ രീതിയിൽ വേണം എന്ത് നമ്മളും ഭഗവാനെ സമീപിക്കുവാൻ വേണ്ടിയിട്ട്. കാരണം ഏറ്റവും വലിയ ഭക്തരാണ് ആര്? ഗോപികമാർ. ഏറ്റവും വലിയ ഭക്ത എന്ന് പറയുന്നത് രാധാറാണിയാണ്. ഒരിക്കലും നമുക്ക് അവിടെ എത്താൻ പറ്റൂല. അതിന് താഴെ നിൽക്കുന്നതാണ് ആര്? ഗോപികമാര്, വ്രജത്തിലെ ഗോപികമാർ. അതും പറ്റില്ല. അതുകൊണ്ടാണ് മഹാപ്രഭു പറയുന്നതാണ് ഗോപി ഭർത്തൃപദ കമലയോർ ദാസ ദാസ ദാസാനുദാസ. ഗോപികമാരുടെ ദാസന്റെ 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 ദാസനായിട്ടെങ്കിലും ഇരിക്കാൻ കഴിയണമേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഭക്തരെ ബഹുമാനിക്കണം എന്ന് പറയുന്നത്, സാധുക്കളെ ബഹുമാനിക്കണം എന്ന് പറയുന്നത്, സന്യാസിമാരെ ബഹുമാനിക്കണം എന്ന് പറയുന്നത്. ഏതാണ്? ഭക്തരായിട്ടുള്ള സാധുക്കള്, ഭക്തരായിട്ടുള്ള സന്യാസിമാര്. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന് ഭഗവാന് രൂപം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാര്, രൂപമുണ്ട്, ആ രൂപത്തെ അംഗീകരിച്ച് ഭഗവാനെ സേവ ചെയ്യുന്ന സന്യാസിമാര്, അതേ രീതിയിൽ സേവ ചെയ്യുന്ന ഭക്തര്, സാധുക്കള്, അവരുടെ എങ്കിലും എന്താണ്? ദാസനായിട്ടിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പം അവരെ നമ്മള് ബഹുമാനിക്കണം. കേരളത്തില് 99.9% ആൾക്കാരും സ്വന്തമായിട്ട് ദൈവമാണ് എന്ന് പറഞ്ഞാണ് നടക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ബ്രഹ്മമാണ് വലുത് എന്ന് പറഞ്ഞ് നടക്കുന്നത്. കാരണം എന്താണ്? അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ അംഗീകരിക്കുവാൻ മടിയാണ്. അവരെന്താണ് ചെയ്യുന്നത്? അവർ സ്വയം ദൈവമായിട്ട് നടക്കും. പക്ഷെ അവര് ഭാഗവതം വായിക്കും, ഭാഗവത സപ്താഹങ്ങൾ നടക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ദശമസ്കന്ധത്തില് ഭഗവാന്റെ ലീലകൾ പറയും. ഭഗവാന്റെ ലീലകൾ പറഞ്ഞാൽ മാത്രമേ 10 പേര് കൂടൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? അവര് ലീലകൾ പറയും. പക്ഷേ അവസാനം എന്ത് പറയും? ഭഗവാൻ രൂപമില്ലാത്ത ഒരാളാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ്? നമ്മളെ പോലെ ഒരാളായിട്ട് വന്ന് മരിച്ചു പോയതാണ്, അല്ലെ? ബ്രഹ്മം താഴേക്ക് ഇറങ്ങി വരുമ്പം ഓരോ ഗുണത്തിൽ വരുമ്പോഴെന്താണ്? പ്രകൃതിയാവും, മനുഷ്യനാവും, ദൈവമാകും. പക്ഷേ നമ്മളെ പോലെ രൂപമുള്ള ഒരു വ്യക്തിയാണ് ആര്? ഭഗവാൻ. അതുകൊണ്ടാണ് എന്ത്? നമുക്കും രൂപമുണ്ടായത്. ഇല്ല എങ്കിൽ ഇതേപോലെ രൂപം ഉണ്ടാവും? ഇല്ല. ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? അഹം ബീജപ്രദാപിത, അല്ലേ? എല്ലാവരുടെയും ബീജദാതാവ് ഞാനാണ്. അപ്പം അച്ഛൻ ആരാണ്? ഭഗവാനാണ്. അപ്പൊ ആ അച്ഛന്റെ കൂട്ടാണ് ആരിയിരിക്കുന്നത്? മക്കളും ഇരിക്കുന്നത്. സിമ്പിൾ. പിന്നെ പലരും പറയാറുണ്ട് എന്ത്? രോഗങ്ങളെ കുറിച്ച്. ഒരാൾക്ക് മാരകമായിട്ടുള്ള രോഗം വന്നു കഴിഞ്ഞാല്, ഒരു ഭക്തർക്ക് രോഗം വന്നു കഴിഞ്ഞാല് ഭൗതികപരമായിട്ട് ആൾക്കാർ പറയും എന്താണ്? ഭഗവാൻ അവരെ ശിക്ഷിക്കുന്നു എന്ന് പറയും, അല്ലേ? നമ്മളെന്താണ് ചിന്തിക്കേണ്ടത്? ഭൗതിക ലോകത്തില് ഈ ഒരു ഭൗതിക ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും എന്താണ്? മരിക്കണം. ഒരു ദിവസം മരിക്കണം, അല്ലേ? ജനനം, രോഗം, വാർദ്ധക്യം, മരണം, ഈ എന്നിവ എല്ലാ ബദ്ധാത്മാക്കൾക്കും അനിവാര്യമാണ്. അത് ചിലപ്പം ഒരു രോഗമായിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ വാർദ്ധക്യമായിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കാം മരണം ഉണ്ടാകുന്നത്. എന്ത് തന്നെ ആയാലും എന്ത്? ആ മരണത്തിനൊരു കാരണമുണ്ടാകും. മരിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഈ ഒരു ഘടകങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം, പലർക്കും പല രീതിയിലാണ് എന്ന് മാത്രം. അതുകൊണ്ട് എന്താണ് വേണ്ടത്? നമുക്ക് പറ്റുന്ന സമയത്ത്, ആ ശരീരത്തിന് ആവതുള്ള സമയത്ത് എന്ത് വേണം? ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം ശരിയായിട്ടുള്ള രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? നമ്മൾ ശ്രമിക്കണം.
അല്ലേ? ആ സമയം എന്തിനു വേണ്ടി വേണം? ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഈ ഒരു ജന്മം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ എന്ത് പറ്റൂ? ആ ഭഗവാൻ ആദ്യം പറഞ്ഞ കാര്യം അല്ലേ? എന്താണ് പറഞ്ഞേ? അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത കളേവരം എപ്രയാതി സമദ്ഭാവം യാതിനാസ്തത്വ സംശയ. മരണസമയത്ത് ഭഗവാനെ സ്മരിക്കാൻ എന്തിനു വേണ്ടിയേ പറ്റൂ? നമ്മുടെ ഈ സമയം കൂടുതലും എന്തിനു വേണ്ടി വേണം? ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വേണം, എന്ത് വേണം? ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ എന്ത് പറ്റൂ? ആ മരണവേളയില് ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അത്രമാത്രം നമ്മളോട് കരുണയുണ്ടാവണം ഭഗവാന്. അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും പലർക്കും. എങ്കിൽ പോലും നമ്മുടെ ഒരു ആത്മാർത്ഥത ഭഗവാൻ കാണണം. അല്ലേ? ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ടും ഭഗവാനെ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും ചിലപ്പോൾ ഭഗവാൻ ആ എന്താണ് ആ മരണവേളയില് അതിനുള്ള അനുഗ്രഹം തരും. അപ്പം ആ കഷ്ടപ്പാട് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം വാർദ്ധക്യമായാലും അല്ലെങ്കിൽ രോഗങ്ങളായാലും നമ്മുടെ ഭൗതികപരമായിട്ടുള്ള കഷ്ടപ്പാടും ദുഃഖങ്ങളും ഒക്കെ എന്താണ്? അതൊക്കെ നമ്മുടെ കർമ്മങ്ങൾ എന്താണ്? പോവുകയാണ്. ആ കർമ്മങ്ങളെ ഈ ഭൗതിക ലോകത്തില് അതിനെ കത്തിച്ച് കളയുകയാണ്. ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ അറിയാം. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ മതി. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കള് ഇപ്പം എത്രയൊക്കെ പറഞ്ഞാലും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വഴക്കിടുന്നതിനെക്കാട്ടിൽ കൂടുതൽ എന്താണ്? അവര് സഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ ആൾക്കാർ. കാരണം എന്താണ്? ആ ജന്മന അവർക്ക് ആ ഒരു ഇതുണ്ട് അല്ലേ? ആ ഒരു സനാതന ധർമ്മത്തില് ജനിച്ചതിന്റെ ഗുണമാണത്. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന പാപ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് എന്ത് ഈ ജന്മത്തിൽ ഞാൻ ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. ഈ ജന്മത്തിൽ ഞാൻ അത് സഹിച്ച് അല്ലെ ഭഗവാനെ വിളിച്ച് ഭഗവാന്റെ സേവനം ചെയ്ത് പോയാല് എന്താണ്? എനിക്ക് ഉന്നതി പ്രാപിക്കാം എന്നൊരു മൈൻഡ് സെറ്റ് ആൾക്കാരിലുണ്ട്. ഇല്ല എങ്കിൽ പോലും ആ നാട്ടിൽ ജനിച്ചതിന്റെ ഗുണം. അതുകൊണ്ടാണ് എന്ത് പലരും എന്ത് പ്രതിഷേധിക്കുന്നതിനെക്കാട്ടില് സഹിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അവരുടെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിലൂടെ അവരുടെ പാപകരമായ പ്രതികരണങ്ങളെ എന്താണ് ശോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് അവർക്കറിയാം. ഈവൻ ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാല് ഇന്ത്യ പാകിസ്ഥാൻ അടി മാത്രം എടുത്തു കഴിഞ്ഞാൽ മതി ഇല്ലേ? അവരെന്തെല്ലാം നമ്മളെ ചെയ്യാൻ നോക്കാറുണ്ട്. നമ്മൾ ഒരാളെ പോലും അങ്ങോട്ട് കയറി ആക്രമിക്കാറില്ല. ഉണ്ടോ? ഒരാളെ പോലും ഇങ്ങോട്ട് ചെയ്തതിന്റെ മാക്സിമം ആകുന്ന സമയത്താണ് എന്ത് നമ്മൾ പ്രതികരിക്കുന്നത്. ഈവൻ പോലും നമ്മളൊക്കെ എത്ര യുദ്ധം വേണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് എന്താണ് ഉണ്ടാവുക? അതിന്റെ ആവശ്യമില്ല എന്നായിരിക്കും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അതൊന്ന് പെട്ടെന്ന് തീർന്നാൽ മതി എന്നായിരിക്കും ചിന്തിക്കുന്നത്. അതാണ് ആ സനാതന ധർമ്മത്തില് ജനിക്കുന്നതിന്റെ ഒരു ഗുണം. ഈവൻ ഭക്തി ഇല്ല എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ആ ഒരു നാട്ടിൽ ജനിച്ചതിന്റെ ഒരു ഗുണമാണ്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എങ്ങനെ ആർക്കിട്ട് അടിക്കാം, എന്ത് യുദ്ധം നടത്താമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ള സ്ഥലമല്ല. എത്ര പൈസ ഉണ്ടായാലും എന്തൊക്കെ ആയാലും ഈ ഒരു ഭൗതിക ലോകം സന്തോഷകരമായിട്ടുള്ള ഒരു സ്ഥലമല്ല. ശരീരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഊർജം വെറുതെ ചെലവഴിക്കരുത്. പിന്നെ എന്തിനു വേണ്ടിയിട്ട് വേണം നമ്മുടെ ഊർജം ചെലവഴിക്കാൻ? ദൈവത്തെ ചിന്തിക്കാനും ദൈവത്തെ സ്മരിക്കാനും ദൈവത്തെ സാക്ഷാത്കരിക്കാനും ഈ ഒരു ലോകത്ത് നിന്ന് പുറത്തു കിടക്കാനും വേണം എന്ത്? പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടും വേണം എന്ത്? നമ്മുടെ
ഊർജം ഉപയോഗിക്കേണ്ടത്. ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞു ഇതാണ് ദുഃഖാലയം അശാശ്വതം. ഇതൊരു ദുഃഖാലയമാണ്, ശാശ്വതമല്ല. ഇത് ദുഃഖാലയമാണ്. എന്ത് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുരിതത്തിന്റെ ലോകമാണ്, ദുരിതത്തിന്റെ സ്ഥലമാണ്. ഇത് താൽക്കാലികമാണ്. അശ്വാശ്വതം, ദുഃഖാലയം അശ്വാശ്വതം. അതുകൊണ്ട് എന്ത് വേണം? ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. വീണ്ടും ഇവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കരുത്. അവിടെ എപ്പോഴും ഈ ഒരു ചിന്ത വേണം. ഭഗവാനെ കുറിച്ച് മാത്രം സ്മരിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുക. എങ്കിൽ മാത്രമേ എന്താണ് നമ്മുടെ അവസാന പരീക്ഷയ്ക്ക് നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അതുകൊണ്ടാണ് കുലശേഖര ആൾവാർ എന്താണ് പറയുന്നത്? കൃഷ്ണാത്വദീയ പദപങ്കജ പഞ്ചരാന്തമദ്വൈവമേ വിശതു മാനസരാജഹംസ പ്രാണപ്രയാണ സമയേ കഭവാദപിത്തൈ കണ്ഠാവരോധനവിദൗ സ്മരണം കുതസ്തേ സ്മരണം കുതസ്തേ. കൃഷ്ണ തുദീയപദ പങ്കജ പഞ്ചരാന്തം അദ്വൈവമേ വിശദു മാനസരാജഹംസ. ഏ, മനസ്സാകുന്ന രാജഹംസത്തോട് പറയുകയാണ് എന്താണ്? എന്റെ അവസാന ശ്വാസ സമയത്ത്, അല്ലേ, എനിക്ക് അവസാനം ചിലപ്പം നിന്നെക്കുറിച്ച് പാടാനോ സ്മരിക്കാനോ എന്റെ തൊണ്ട ചിലപ്പം അനുവദിക്കുകയില്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് എങ്ങനെ നിന്റെ നാമങ്ങൾ ജപിക്കാൻ വേണ്ടിയിട്ട് പറ്റും? അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഇപ്പോഴേ എനിക്കതിനുള്ള ശക്തി തരണം, അല്ലേ? പ്രാണപ്രയാണ സമയേ കഫവാത പിത്തേ. മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് മരണം ഉണ്ടാകുന്നത് ഏതൊരാള്: കഫം, വാദം, പിത്തം. ഇവിടെ അദ്ദേഹം പറയുന്നതാണ് ഈ ഒരു കാരണം കൊണ്ട്, അല്ലെ, പ്രാണം പോകുന്ന വേളയില് അങ്ങേ സ്മരിക്കാൻ കഴിയണമേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ഇപ്പോഴേ നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശീലിക്കണം. എങ്കിൽ മാത്രമേ ആ അവസാന വേളയില് ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ പറ്റൂ. അതാണ് ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുലശേഖരാൾവാർ എന്താണ് ആ ഒരു മുകുന്ദമാല സ്തോത്രം മൊത്തവും എന്താണ് ഭഗവാനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഭഗവാനെ കുറിച്ച് എത്രമാത്രം, എന്താ പറയാ, എത്രമാത്രം ഭക്തിയോട് കൂടിയിട്ടാണ്. അദ്ദേഹം ഒരുപാട് കാശുള്ള എന്താണ് ഒരു വലിയ രാജ്യം ഭരിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും അവസാനം അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. നമ്മളും എന്ത് വേണം? നമ്മളും അവസാന വേളയിൽ, നമുക്കറിയില്ല ഈ കഫം, വാദം, പിത്തം ഒക്കെ വന്ന് ഇതിൽ ഏതാണോ വരുന്നതെന്ന് അറിയത്തില്ല. അവസാന സമയത്ത് നമുക്കും ചിലപ്പം തൊണ്ട എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല ഭഗവാനെ വിളിക്കാൻ. അതുകൊണ്ട് എന്ത് വേണം? ഇപ്പോഴേ ഭഗവാനെ വിളിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം പലർക്കും, എങ്കിൽ പോലും ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ഇല്ല എങ്കിൽ നമ്മൾ ഫെയിലുവർ ആ ജീവിതത്തില്. ഒരുപാട് ഡിഗ്രി എടുത്തുകൊണ്ടോ ഡോക്ടറേറ്റ് എടുത്തത് കൊണ്ടോ, അല്ലെ, ഒരുപാട് കാശുള്ളത് കൊണ്ടോ, അംബാനിയെ പോലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോലോ ഒക്കെ കാശുണ്ടായത് കൊണ്ടോ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അത് തന്നെയാണ് ഭഗവാൻ ഇവിടെയും പറയുന്നത്. അങ്ങനെയുള്ളത് വിജയം എന്ന് പറയാൻ പറ്റൂല. വിജയം എവിടെയാണ്? അവസാന പരീക്ഷയിൽ വിജയിക്കണം. ആ പരീക്ഷയിൽ എന്താണ് വിജയിക്കേണ്ടത്? പരീക്ഷയിൽ സിമ്പിളാണ്, അല്ലേ? ഒറ്റ കാര്യം, കൃഷ്ണ എന്നൊന്ന് വിളിക്കുകയോ കൃഷ്ണന്റെ മുഖം ഓർക്കുകയോ ചെയ്താൽ മതി. ഒരുപാട് പഠിക്കുകയും കാര്യങ്ങളും ഒന്നുമില്ല, കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ അതൊരു വലിയ പരീക്ഷ തന്നെയാണ്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക ദിവസവും. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ അത്രയും വലിയൊരു കാര്യം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലേ?
അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത കളയവരം എപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട്, അല്ലേ, കൃഷ്ണൻ ഡയറക്റ്റ് പറയുക, വേറെ ആരെയും വിട്ടല്ല പറയുന്നത്, അർജുനനോട് നേരിട്ടാണ് പറയുന്നത്. മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്ന, ശരീരം ത്യജിക്കുന്നവൻ എന്താണ്, എന്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. ഉടൻ തന്നെ പ്രാപിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ പിന്നത്തേക്ക് വെക്കുകയോ ഒന്നും വെക്കുന്നില്ല, നാളത്തേക്ക് വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, ഉടൻ തന്നെ അന്നേരം തന്നെ വന്ന് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതാണ് നമുക്കും വേണ്ടത്. കാരണം എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, പിതൃക്കളെ ആരാധിക്കുന്നവൻ പിതൃലോകത്ത് ജനിക്കും. ഉപദേവതമാരെ ആരാധിക്കുന്ന, ദേവീ ദേവതമാരെ ആരാധിക്കുന്നവര് അവരുടെ അടുത്ത് ജനിക്കും. ഭഗവാൻ എന്താ പറയുന്നത്, പക്ഷെ എന്റെ ഭക്തൻ എന്റെ കൂടെ ജീവിക്കുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ജീവിക്കുമെന്ന് പറയുന്നിടത്ത് ജനനവുമില്ല മരണവുമില്ല. മറ്റുള്ളിടത്ത് പറഞ്ഞ എന്താണ്, എന്നോടൊപ്പം ജനിക്കും, അല്ലെങ്കിൽ ആ ലോകത്ത് ജനിക്കുമെന്നാണ് പറഞ്ഞത്. ജനനമുണ്ട് എങ്കിലും മരണവും ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ കേൾക്കാം. പക്ഷേ ഈ ഭഗവത്ഗീതയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയണം. 99% ആൾക്കാർക്കും ഭഗവത്ഗീത എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയൂല, അല്ലേ. ഭഗവത്ഗീത ഗ്രന്ഥമാണെന്നറിയാം, നമ്മുടെ ഏറ്റവും വലിയ ഗ്രന്ഥമാണെന്നറിയാം. പക്ഷെ എന്തിനു വേണ്ടിയാണ് എന്നറിയില്ല, എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നറിയില്ല. നമുക്ക് വേണ്ടിയിട്ടുള്ളതാണത്, നമ്മളതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ പരീക്ഷ ജയിക്കണമെങ്കിൽ കലിയുഗത്തില് സിമ്പിളാണ്, കലിയുഗത്തില്. ഏ കാരണം ദേവീ ദേവതമാര് പോലും ആലോചിക്കുന്നത് ഈ കലിയുഗത്തിൽ ഒരു മനുഷ്യജന്മം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്, ഭഗവാന്റെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഈ ഒരു നാമം ജപിക്കുന്നത് കൊണ്ടും 4 യമനിയമം പാലിക്കുന്നത് കൊണ്ടും മാത്രം എന്താണ്, അവസാന സമയം ഭഗവാനെ സ്മരിക്കാം, ഭഗവാന്റെ അടുക്കൽ എത്തിച്ചേരുകയും ചെയ്യാം. യാഗം ചെയ്യേണ്ട, യജ്ഞം ചെയ്യേണ്ട, തപസ് ചെയ്യേണ്ട, വർഷങ്ങളോളം തപസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. ഇത് മാത്രം ചെയ്താൽ മതി. പലരും പറയും 60 വയസ്സ് കഴിയട്ടെ, അല്ലേ, മരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തോളാമെന്ന്. പക്ഷേ എപ്പോഴാണ് നമ്മൾ മരിക്കുന്നതിന് ഒരു ഉറപ്പുമില്ല. അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാകുമെന്ന് പോലും അറിയില്ല. ഭഗവാനെ പറ്റിക്കാം, അല്ലെങ്കിൽ ജപമാല എടുത്തു വെച്ച് ഞാൻ ഇപ്പം മരിക്കും, അല്ലെ, വാർദ്ധക്യത്തിൽ ഇപ്പം മരിക്കുമെന്ന് വിചാരിച്ച് ജപമാല എടുത്തുകൊണ്ട് ഞാൻ ഇപ്പം വിളിച്ചോളാം, കൃഷ്ണ എന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഇല്ല. നമുക്ക് ആരെയും പറ്റിക്കാം, ഭഗവാനെ പറ്റിക്കാൻ പറ്റൂല. ആ സമയവും ചിലപ്പം നമ്മുടെ ചിന്തകൾ വേറെയൊക്കെ ആയിരിക്കും. ചിലപ്പം മരണവെപ്രാളത്തിൽ വേദന കൊണ്ട് നമ്മൾ പിളയുകയായിരിക്കാം. പക്ഷെ ഒരു ഭക്തനാണ് എങ്കിൽ, അത്ര വേദനയാണ് എങ്കിൽ പോലും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരാണ് എങ്കിൽ അച്ഛാന്നോ അമ്മേന്നോ, അല്ലേ, മക്കളെ പേരോ ഒക്കെ ആയിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ വേദനിക്കുന്നതെന്നായിരിക്കും പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം എന്ന് പറയുന്നത് ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതും മാത്രം. അതായത് ആത്മീയത ചെയ്യുന്നില്ല എങ്കിൽ ഇതൊക്കെ താൽക്കാലികമാണ്, അതിവിടെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. പക്ഷേ എന്താണോ ഭഗവാന് വേണ്ടി ചെയ്യുന്നത് അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. ജപമാലയില് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുക. പിന്നെ എന്താണ്, ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നമ്മൾ ഭഗവാനെ സമീപിക്കുന്നത് എങ്കിൽ, അതും വേറെ ഒന്നും, നമുക്ക് അത്രമാത്രം റെസ്ട്രിക്ഷൻസ് ഉണ്ട് വീട്ടിലായാലും എവിടെയെങ്കിലും, അത് ഭഗവാൻ മനസ്സിലാക്കുന്ന രീതിയിലാണ് എങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ തീർച്ചയായിട്ടും ഭഗവാൻ രക്ഷിക്കും. എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കുക. ജപമാല ഇല്ല എങ്കിൽ ജപമാല മേടിച്ച് വാങ്ങി നാമം ജപിക്കുക. ഒരു 2 തവണയെങ്കിലും രാവിലെയും വൈകുന്നേരവും ഭഗവാന്റെ കഥകൾ കേൾക്കുക. ക്ലാസ്സുകളും
മുടങ്ങാതെ കേൾക്കുക. ഹരേ കൃഷ്ണ.